ഒന്നും ചെയ്യാണ്ട് അവർ രാഷ്ട്രീയം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം രണ്ടുപേരും എൽ ഡി എഫും യു ഡി എഫും. അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത്, ഇത് എൽ ഡി എഫും യു ഡി എഫും രണ്ടല്ല, ഒന്നാണ്. 10-15 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത ഞങ്ങൾ കാണുന്ന രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോളിറ്റിക്സ് പെർഫോമൻസ് ആയിട്ട് കാണുന്നു. പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ 2018 ഈ സർക്കസിൽ കസരത്ത് ചെയ്ത് ഈ ഉപദ്രവം ജയിച്ചത്? എന്തിനാണ്? 3000 പേരെതിരെ കേസ് എന്തിന് ഫയൽ ചെയ്തു? കൊല്ലമായി പതിറ്റാണ്ടായിട്ട് ഈ CPM കോൺഗ്രസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവരണം, ജനങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ധർമ്മടത്ത് പോയപ്പോ അത് വെച്ചപ്പോ എല്ലാവരും പറഞ്ഞത് കറക്റ്റാണ്, മതിയായി MLA. അപ്പൊ പരവൂരിലിപ്പോ ജനങ്ങൾ പറഞ്ഞത് തന്നെയാണ്, മതിയായി ഈ MLA. 70 വർഷം രൂപീകരിച്ച് സംസ്ഥാനം കേരളം ഇവിടെ മാറി ഭരിച്ചത് കോൺഗ്രസും CPM ആണ്. വിഭജന നേതാവുമാരാണ് CPM-ന്റെ പഞ്ചാബ് വിജയന്റെയും കോൺഗ്രസിന്റെ ഒരു സദസ്യനും. ഞാൻ പാർട്ടി തീരുമാനിച്ചു, ഞങ്ങളിങ്ങനെ വികസനത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിലെന്തുകൊണ്ട് വികസനത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറല്ല CPM കോൺഗ്രസ്. അത് ആലോചിക്കുമ്പോൾ ശരി, പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ വികസനം നടത്തിയിട്ടുണ്ട്. അപ്പൊ വികസനം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ അല്ല. അതുകൊണ്ട് വികസനം വിട്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് LDF-ഉം UDF-ഉം അവരുടെ രാഷ്ട്രീയം മുന്നോട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ധർമ്മടം പോയി 3 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ഒരു അദാലത്തിൽ 5000 പേര് വന്നു. ഒരു 3000 പരാതികൾ. എന്ത് പരാതികൾ? കുടിവെള്ളം, വീട്, തൊഴിൽ, മാലിന്യം, ഡ്രെയിനേജ്, എല്ലാം ബേസിക് ഇഷ്യൂസ്. ജനങ്ങൾക്ക് ജീവിക്കാൻ കുടുംബങ്ങൾക്ക് ബേസിക് ഇഷ്യൂസ് പരിഹരിക്കാണ്ട്, കൊല്ലമായിട്ട് പരിഹരിക്കാണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പൊ ഞാൻ CPM ഒന്നും ചെയ്യുന്നില്ല. കോൺഗ്രസിലെ മുതിർന്ന നേതാവ് VD സതീശന്റെ SMB കോൺസ്റ്റിറ്റ്യൂൻസി പോയി നമുക്ക് കാണണം എന്താണ് അവിടെ നടക്കുന്നത്. 25 കൊല്ലമായ ഒരു MLA എന്റെ കോൺസ്റ്റിറ്റ്യൂൻസിൽ ഇന്നെന്താണ് കേൾക്കുന്നതും കാണുന്നത്? 4000 ചില്ലറ ജനങ്ങൾ വരുന്നു അദാലത്തിൽ. ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒരു ഉദാഹരണമായിട്ട് കാണിച്ചു തരാണ്. 11 കൊല്ലമായിട്ട് ഒരു പാലം പ്രോജക്ട് തുടങ്ങിയിട്ട് 11 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു പാലം ഇന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. 8 കൊല്ലം മുമ്പ് തുടങ്ങിയ പാലം കംപ്ലീറ്റ് ആയിട്ടില്ല. 25 കൊല്ലം മുമ്പ് റോഡ് ഒരു ജംഗ്ഷൻ ആധുനികത്തിന്റെ പ്രൊപ്പോസൽ വെച്ചത് നടന്നിട്ടില്ല. പൊതുവെള്ളം ഇന്ന് കിട്ടിയ പരാതികൾ എത്രയോ ജനങ്ങൾ വന്ന് വീട്ടിൽ കുടിവെള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വരാൻ പോകുന്നൊരു 30-35 ദിവസത്തെ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ട്. ജനങ്ങൾക്ക് ഇതൊരു അവസരമാണ്. ഈ 70 കൊല്ലം നടത്തിയ ഒരു വിവാദ രാഷ്ട്രീയം, വികസനം ഇല്ലാത്ത രാഷ്ട്രീയം, തൊഴിലില്ലാത്ത രാഷ്ട്രീയം, ഒന്നും ചെയ്യാണ്ട് അവർ രാഷ്ട്രീയം ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം രണ്ടുപേരും LDF-ഉം UDF-ഉം. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്, ഇത് LDF-ഉം UDF-ഉം രണ്ടല്ല, ഒന്നാണ്. ഏത് ക്രൈറ്റീരിയ എടുത്ത് നോക്കിയാലും വികസനമാണ്, വികസനമില്ലായ്മയാണ്, അഴിമതിയാണ്, ശബരിമല കോളയാണ്, ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യുന്നവരാണ്, വിവാദ രാഷ്ട്രീയമാണ്. ഇത് ഏത് ഇഷ്യൂ എടുത്താലും ഈ രണ്ടുപേരും UDF-ഉം LDF-ഉം ഒന്നാണ്, ഒരു വ്യത്യാസമില്ല. അപ്പൊ ഈ ഇലക്ഷൻ ഒരു മാറ്റത്തിന്റെ ഇലക്ഷനായിട്ട് കാണണം. ജനങ്ങളുടെ ഒരു ജനനാവകാശമായ വികസനത്തിന് വേണ്ടി കാണണം. എന്നിട്ട് ഞാൻ എല്ലാ സത്യസന്ധത പറയണം. ഞാൻ വലിയ പണ്ഡിതൻ അങ്ങനെയൊന്നല്ല. ഓരോരു പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇതെല്ലാം ഒരു ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു MLA ആണെങ്കിൽ ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന സാധനമാണ്. പക്ഷെ ചെയ്യുന്നില്ല.
അത് 20 കൊല്ലാണോ? അല്ല, 10-15 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത ഞങ്ങൾ കാണുന്ന രാഷ്ട്രം ജനങ്ങളെ സേവിക്കാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോളിറ്റിക്സ് പെർഫോമൻസ് ആയിട്ട് കാണുന്നു. അപ്പൊ BJP NDA ഒരു വശത്തും CPM കോൺഗ്രസ് മറുവശത്തും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസും ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ കൊല്ലായി പതിറ്റാണ്ടായിട്ട് ഈ CPM കോൺഗ്രസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തിൽ മാറ്റം കൊണ്ടുവരണം, ജനങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ഇത് മാത്രമേ പറയാനുള്ളൂ. മറ്റ് രണ്ട് വാക്ക് ഞാൻ ശബരിമല അഫിഡവിറ്റിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനത് അഫിഡവിറ്റ് വായിക്കുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇപ്പോഴാണ് സംസ്ഥാന സർക്കാരിനെ കുറച്ച് ബുദ്ധി വന്നിരിക്കുന്നത്. 18 മുതൽ 2026 വരെ ബ്രെയിന് കുറച്ച് എന്താണ് ബുദ്ധി ഓഫായിരുന്നു. ഇന്ന് അവർ അഫിഡവിറ്റിൽ പറയുന്നത് എന്താ, റിലീജിയസ് ഇഷ്യൂസിൽ തീരുമാനിക്കേണ്ടത് റിലീജിയസ് ലീഡേഴ്സ് ആണെന്ന് ഇന്നലെ അഫിഡവിറ്റിൽ സംസ്ഥാന സർക്കാർ പറയുന്നു. പിന്നെ എന്തിനാണ് സംസ്ഥാന സർക്കാർ 2018 ഈ സർക്കസും കസരത്ത് ചെയ്ത് ഈ ഉപദ്രവം ജയിച്ചത്? എന്തിനാണ്? 3000 പേരെതിരെ കേസ് എന്തിന് ഫയൽ ചെയ്തു? ആയിരക്കണക്കിന് ജയിലിൽ എന്തിനയച്ചു? എന്തുകൊണ്ട് പിന്നെ തന്ത്രിയെ രാജിവെക്കണമെന്ന് പറഞ്ഞു? അപ്പൊ ഈ ബുദ്ധി ഇന്ന് വരുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം, ഇത് ഇലക്ഷന് വേണ്ടിയിട്ടാണോ ഈ യു-ടേൺ? ജനങ്ങളെ ബുദ്ധിയാക്കാനാണോ ഈ യു-ടേൺ? അത് എന്ത് കാരണവശാലാണെങ്കിലും ഇന്ന് മറ്റൊരു കാര്യം സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്, കേസ് പിൻവലിക്കണം, മാപ്പ് ചോദിക്കണം. ഞങ്ങൾ ക്ലിഫ് ഹൗസിന് മുമ്പ് അയ്യപ്പ ജ്യോതി പ്രോഗ്രാമിൽ പറഞ്ഞ 3 ഡിമാൻഡാണ്. ശബരിമല കൊള്ള CBI അന്വേഷിക്കണം, കേസ് പിൻവലിക്കണം, മാപ്പ് ചോദിക്കണം. ഇതാണ് സത്യസന്ധയോട് അവർക്കൊരു ബുദ്ധി കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിപ്പിക്കാനാണെങ്കിൽ ഇത് ചെയ്യണം സംസ്ഥാന സർക്കാർ. അതിനൊപ്പം കോൺഗ്രസും അത് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. താങ്ക് യു. ചോദ്യം അടുത്ത 3-4 ദിവസം ഇലക്ഷൻ ഉണ്ടോ? ഒരു തർക്കമില്ല, എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു. ഈ TV ഞാൻ കണ്ടു. അത് കോൺഗ്രസിന് CPM-ന്റെ ഒരു വലിയൊരു ഒരു ഹോപ്പായിരിക്കും. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ സ്മൂത്തായിട്ട് 140 സീറ്റ് NDA മത്സരിക്കും, ജയിക്കാൻ മത്സരിക്കും. അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. കോൺഗ്രസിന് ഉണ്ടാകാൻ പാടില്ല, CPM ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അതിനെ കുറിച്ച് എന്താണ്? അല്ല, നോക്കൂ, ഇതിപ്പോ നമ്മളെല്ലാവരും അറിയുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ എനർജി ഡിപ്പെൻഡന്റ് നാടാണ്. അപ്പോ മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ അത് നമ്മളെയും ബാധിക്കുന്നുണ്ട്, ലോകത്തിലെ എല്ലാ വലിയ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. പക്ഷേ സർക്കാർ, നരേന്ദ്രമോദിജി സർക്കാർ ഇന്നലെയും പാർലമെന്റിൽ പറഞ്ഞു, അതിന് മുമ്പ് 2 ദിവസം മുമ്പേയും പറഞ്ഞു, ഞങ്ങൾ എല്ലാ സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്, ജനങ്ങളെ ബാധിക്കാൻ പാടില്ല, അത് ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡേഴ്സിന് പ്രയോറിറ്റി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ബിസിനസ്സിന് കൊടുക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഒരു മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഇഷ്യൂ ഒരു നിസ്സാര ഇഷ്യൂ എന്നല്ല. ഇത് എല്ലാവരും ബാധിക്കുന്നുണ്ട്. ഇന്ത്യ മാത്രമല്ല, യൂറോപ്പിനെയും ബാധിക്കുന്നുണ്ട്, അത് അമേരിക്കനെയും ബാധിക്കുന്നുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യനെയും ബാധിക്കുന്നുണ്ട്. ഒരു 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 സീരിയസ് ഇഷ്യൂ ആണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ, നമസ്കാരം.
ഞങ്ങളുടെ ക്യാമ്പയിന് ഞങ്ങൾ തുടങ്ങിയ ഇലക്ഷൻ ക്യാമ്പയിന്റെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിൻ ആയിരുന്നു ഈ മതിയായി MLA. അപ്പോ ധർമ്മടത്ത് പോയപ്പോ അത് വെച്ചപ്പോ എല്ലാവരും പറഞ്ഞു അത് കറക്റ്റാണ്, മതിയായി MLA. അപ്പൊ പരവൂരിലിപ്പോ ജനങ്ങൾ പറഞ്ഞത് ഇതന്നെയാണ്, മതിയായി ഈ MLA. അപ്പൊ മാറ്റം തുടങ്ങാം, പരവൂരിൽ നിന്ന് തുടങ്ങാം നമുക്ക് മാറ്റം.